ഇവരെ ജോലിക്കെടുക്കാനായി മേഡത്തെ ഞാൻ എന്തുമാത്രം ബ്രെയിൻ വാഷ് ചെയ്തെന്നറിയാവോ? ഒടുവിൽ ഞാൻ പറഞ്ഞ് മേഡത്തെ കൊണ്ട് സമ്മതിപ്പിച്ചു. ട്രേസി എടുത്തി ജോലിക്കെടുത്തോ? എടുത്തു. എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിട്ടാ ഞാൻ മേഡത്തിന്റെ കാല് പിടിച്ചത്. റീന മാം ശരിയായ തീരുമാനമെടുത്ത്. ഇത്രയും കാലം മന്ദാകിനെ പോലൊരു വേസ്റ്റിനല്ലേ മാം ചുമന്നോണ്ടിരുന്നേ. നല്ല കഴിവുള്ള ആൾക്കാരെ കണ്ടപ്പോ മാമിന് മനസ്സിലായല്ലോ. ഇക്കാര്യം ഞാൻ മേഡത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്ന് പറഞ്ഞാ മതി. ത്രേസ്യാമ്മ പണി തുടങ്ങിക്കോ. നിങ്ങൾക്ക് താമസിക്കാനുള്ള മുറി ഞാൻ കാണിച്ചുതരാം. വരൂ. താങ്ക് യു പിള്ളേരെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചേട്ടത്തി വേഗം ചെല്ലേ. നമ്മൾ തീരുമാനിക്കുന്നിടത്തേക്കാ ഇപ്പൊ ഇവിടത്തെ കാര്യങ്ങൾ എത്തുന്നത്. റീനാമ ഇപ്പോ 5 സെന്റുകളുടെ വഴിക്കല്ല, നമ്മുടെ കൂട്ടില. ഇനിയാണടി ഈ ഹോസ്റ്റല് ശരിക്കും നമ്മൾ ഭരിക്കാൻ പോകുന്നത്. ഇവിടത്തെ നിയമങ്ങളെ റീനാമ്മയല്ല നമ്മളാ ഉണ്ടാക്കാൻ പോകുന്നത്. ആരോ ഇതിനകത്തുണ്ടെങ്കിൽ ആദ്യം അവനെ പൊക്കണം. 5 സുന്ദരികളെ ചവിട്ടി കൂട്ടണം. അത് നമ്മൾ ചെയ്യണ്ടടി. അതിനു വേണ്ടിയല്ലേ നമ്മുടെ ഇടിയമ്മായി വന്നിരിക്കുന്നേ. അവരെടുത്ത് കഴിക്കുന്നു. ഇവര് വല്ലാത്ത പോളിംഗ് ആണല്ലോ. ഒറ്റയ്ക്ക് 4 പഴംപൊരി അകത്താക്കി. ഇവിടെ വിശന്ന് വിളഞ്ഞിടുന്ന കുക്കാൻ തോന്നുന്നുണ്ട്. ഇവര് തന്നെയല്ലേ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിച്ചോണ്ടിരുന്നാലേ പിള്ളേർക്കൊന്നും കൊടുക്കാൻ കാണില്ലല്ലോ. ആരവന് കൊടുക്കാനുള്ളത് ഇവിടുന്ന് എങ്ങനെ എടുത്തോണ്ട് പോവും? മന്ദാകിനി ചേട്ടത്തി ഉണ്ടായിരുന്നപ്പോ നമുക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ വരാട്ടോ. മുട്ട 5 മുട്ട. ഇത് ചിലപ്പോ നമുക്ക് വേണ്ടി എടുത്ത് വെച്ചതായിരിക്കും. നീ മുട്ട ഓർഡർ ചെയ്തായിരുന്നോ? മന്ദാകിനി ചേട്ടത്തി ഉള്ളപ്പോ നമുക്കിത് പതിവാണല്ലോ. നിങ്ങൾ വാ. എന്തത്? മുട്ട. ആരോട് വെച്ചോടി നീ മുട്ട എടുത്തേ? മുട്ട കഴിക്കാനുള്ളതല്ലേ? കഴിക്കാനുള്ളത് തന്നെ. പക്ഷെ നിനക്കൊന്നും അല്ല, എനിക്ക്. അമ്മായി 5 മുട്ട ഒരുമിച്ച് കഴിക്കോ? വൈകുന്നേരം 5 എണ്ണമേ കഴിക്കാറുള്ളൂ. ഇങ്ങോട്ടാ. അല്ല, അപ്പൊ രാവിലെ വേറെ കഴിക്കോ? എടി കൊച്ചേ, രാത്രിയിൽ അത്താഴം കഴിച്ചൊന്ന് വെച്ചേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുവോ? ഇരിക്കുവോ? ഒടിഞ്ഞ തീറ്റയാണല്ലോ. ഇവരുടെ മുന്നിൽ മേഘയൊന്നുമല്ല. ഞാൻ എന്താടി ഇവരെ പോലെ തീറ്റമണ്ടാരാണോ? ചായയും പഴംപൊരി കഴിക്കാൻ വന്നതാ. 2 പേർക്കുള്ളത് തന്നയക്കണം. അവർ റൂമിലാ. 3 പഴംപൊരി 3 ചായ റൂമിലേക്ക് വേണം.
അതെന്താടി റൂമിലുള്ള രണ്ടുപേർക്ക് 3 എണ്ണം? അല്ല, നിങ്ങളുടെ റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരാളെ ബോക്സർ അമ്മായി, അവക്ക് 2 എണ്ണം വേണം. സ്റ്റാമിന നോക്കണ്ടേ അല്ലേ? ചേട്ടത്തി, ഇതൊന്നും ഇവിടെ അനുവദിച്ചു കൊടുക്കരുത് കേട്ടോ. ചേട്ടത്തി, ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാ. ചേട്ടത്തി ഇതൊന്നും കാര്യാക്കണ്ട. അല്ല, ഇതില് നിങ്ങൾ എന്തിനാ ഇടപെടുന്നേ? മന്ദാകിനി ചേട്ടത്തി ഉണ്ടായിരുന്നപ്പോ ചെയ്തോണ്ടിരുന്നാണല്ലോ. മന്ദാകിനി ചെയ്തതുപോലെ ട്രേസി എടുത്ത് ചെയ്യണമെന്നില്ലല്ലോ. കഴിക്കാൻ വന്ന് കഴിച്ചിട്ടങ്ങ് പോയിക്കോ. ഞങ്ങളെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാം. ചേട്ടത്തി, ഞങ്ങൾ ആരും ഇങ്ങനെ ചെയ്യാറില്ല. ഇവിടെ ആരും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളും ചെയ്യണ്ട. ഞങ്ങൾക്ക് ഇഷ്ടം റൂമിൽ കൊണ്ടുപോയി കഴിക്കാനാ. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ താല്പര്യമില്ല. ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് റൂമിലാ, അതുകൊണ്ടല്ലേ.